ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യായാധിപന്മാർ അധ്യായം 10. തോല, ജായിർ, ജഫ്ത എന്നീ ശീർഷകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. 10-ാം അധ്യായത്തിൽ 18 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. അബിമെലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് ആര്? ഉത്തരം: തോല. ചോദ്യം 2. തോല ഏത് ഗോത്രക്കാരനായിരുന്നു? ഉത്തരം: ഇസ്സാക്കർ ഗോത്രം. ചോദ്യം 3. ആരായിരുന്നു തോലയുടെ പിതാവ്? ഉത്തരം: ഇസ്സാക്കർ ഗോത്രജനായ ദോദോയുടെ പുത്രൻ പൂവ. ചോദ്യം 4. തോലയുടെ പിതാവായ പൂവ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം: ഇസ്സാക്കർ ഗോത്രജനായ ദോദോയുടെ. ചോദ്യം 5. തോല ജീവിച്ചിരുന്നത് എവിടെ? ഉത്തരം: എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ. ചോദ്യം 6. എത്ര വർഷമാണ് തോല ഇസ്രായേലിനെ നയിച്ചത്? ഉത്തരം: 23. ചോദ്യം 7. തോലയെ അടക്കം ചെയ്തത് എവിടെ? ഉത്തരം: എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ. ചോദ്യം 8. തോലയ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര്? ഉത്തരം: ജായിർ. ചോദ്യം 9. ജായിർ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം: 22 വർഷം. ചോദ്യം 10. ജായിറിന് എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: 30. ചോദ്യം 11. ജായിറിൻ്റെ പുത്രന്മാർ സവാരി ചെയ്തിരുന്നത് എങ്ങനെ? ഉത്തരം: കഴുതപ്പുറത്ത്. ചോദ്യം 12. ഗിലെയാദ് ദേശത്തെ 30 പട്ടണങ്ങൾ ഇന്നും അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം: ഹാവോത്ത് ജായിർ. ചോദ്യം 13. ജായിർ അടക്കപ്പെട്ടത് എവിടെ? ഉത്തരം: കാമോണിൽ. ചോദ്യം 14. കാമോണിൽ അടക്കപ്പെട്ടത് ആര്? ഉത്തരം: ജായിർ. ചോദ്യം 15. ജായിറിന് ശേഷം ഏതെല്ലാം ദേവന്മാരെ സേവിച്ചാണ് ഇസ്രായേൽ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തത്? ഉത്തരം: ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സിറിയ, സീദോൻ, മൊവാബ്, അമ്മോൻ, ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു. ചോദ്യം 16. ന്യായാധിപന്മാർ 10-ാം അധ്യായം 7-ാം വാക്യം അനുസരിച്ച് കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചപ്പോൾ കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തത് ആർക്ക്? ഉത്തരം: ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും. ചോദ്യം 17. 18 വർഷം പീഡിപ്പിക്കപ്പെട്ട ഇസ്രായേല്യർ ആര്? ഉത്തരം: ജോർദാന് അക്കരെ ഗിലെയാദിലുള്ള അമ്മോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേല്യരെ. ചോദ്യം 18. ആരോടെല്ലാം യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് അമ്മോന്യർ ജോർദാൻ കടന്നത്? ഉത്തരം: യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ. ചോദ്യം 19. ആരു മൂലമാണ് ഇസ്രായേൽ വലിയ ക്ലേശം അനുഭവിച്ചത്? ഉത്തരം: ജോർദാൻ കടന്നുവന്ന അമ്മോന്യർ നിമിത്തം. ചോദ്യം 20. അമ്മോന്യർ നിമിത്തം ക്ലേശമനുഭവിച്ചപ്പോൾ ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞതെന്ത്? ഉത്തരം: ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. ചോദ്യം 21. കർത്താവിനോട് നിലവിളിച്ച ഇസ്രായേൽക്കാരോട് ന്യായാധിപന്മാർ 10-ാം അധ്യായം 11-ാം വാക്യം അനുസരിച്ച് കർത്താവ് ചോദിച്ചതെന്ത്? ഉത്തരം: ഈജിപ്തുകാർ, അമോര്യർ, അമ്മോന്യർ, ഫിലിസ്ത്യർ എന്നിവരിൽ നിന്ന് നിങ്ങളെ ഞാൻ രക്ഷിച്ചില്ലേ? ചോദ്യം 22. ന്യായാധിപന്മാർ 10-ാം അധ്യായം 12-ാം വാക്യം അനുസരിച്ച് ആരെല്ലാം ഇസ്രായേല്യരെ പീഡിപ്പിച്ചു എന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: സീദോന്യരും, അമലേക്യരും, മാവോന്യരും. ചോദ്യം 23. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല എന്ന് കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം: ഈജിപ്തുകാർ, അമ്മോന്യർ, അമോര്യർ, ഫിലിസ്ത്യർ എന്നിവരിൽ നിന്നും നിങ്ങളെ ഞാൻ രക്ഷിച്ചില്ലേ? സീദോന്യരും അമലേക്യരും മാവോന്യരും നിങ്ങളെ പീഡിപ്പിച്ചു. അപ്പോഴൊക്കെ നിങ്ങൾ എന്നോട് നിലവിളിച്ചു.
ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചു. അതുകൊണ്ട് ചോദ്യം 24. ന്യായാധിപന്മാർ 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിങ്ങൾ എന്തു ചെയ്യുവിൻ എന്നാണ് കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? ഉത്തരം: പോയി നിങ്ങൾ തെരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവിൻ. കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ. ചോദ്യം 25. എന്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇസ്രായേൽ ജനം ന്യായാധിപന്മാർ 10-ാം അധ്യായം 16-ാം വാക്യം അനുസരിച്ച് കർത്താവിനോട് പറഞ്ഞത്? ഉത്തരം: ഞങ്ങൾ പാപം ചെയ്തുപോയി. അങ്ങേക്കിഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തുകൊള്ളുക. ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ചോദ്യം 26. ഇസ്രായേൽ ജനം കർത്താവിനെ എങ്ങനെയാണ് സേവിച്ചത്? ഉത്തരം: അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചു. ചോദ്യം 27. അമ്മോന്യർ യുദ്ധത്തിനൊരുങ്ങി താവളമടിച്ചത് എവിടെ? ഉത്തരം: ഗിലെയാദിൽ. ചോദ്യം 28. യുദ്ധത്തിനൊരുങ്ങി ഗിലെയാദിൽ താവളമടിച്ചത് ആര്? ഉത്തരം: അമ്മോന്യർ. ചോദ്യം 29. ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് താവളമടിച്ചത് എവിടെ? ഉത്തരം: മിസ്പായിൽ. ചോദ്യം 30. മിസ്പായിൽ താവളമടിച്ചത് ആര്? ഉത്തരം: ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന്. ചോദ്യം 31. ഗിലെയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞതെന്ത്? ഉത്തരം: അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലെയാദ് നിവാസികൾക്ക് അധിപൻ. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ നിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിലയേറിയ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.